ഹായ് മച്ചാമാരെ, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാമാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലെ ക്യാമറ വർക്ക് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് ഫ്രണ്ട് ക്യാമറ ആയിരുന്നാലും ശരി, ബാക്ക് ക്യാമറ ആയിരുന്നാലും ശരി, ഏതെങ്കിലും ക്യാമറ വർക്ക് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഇത് റിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ അല്ലെങ്കിൽ ഒരു പ്രൈമറി മെത്തേഡിനെ കുറിച്ചാണ് വീഡിയോ. നിങ്ങൾ മുഴുവനായിട്ടും കാണുക. കാരണമെന്ന് പറയുന്നത് ഇതിൽ ഏത് ഭാഗത്താണ് നിങ്ങളുടെ ഫോണിൻ്റെ കംപ്ലയിൻറ്റ് എന്നുള്ളത്, അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മച്ചാമാരെ, ഇത് സാംസങ് J6 എന്ന് പറയുന്ന ഒരു ഫോണാണ്. ഈ ഒരു ഫോൺ നമ്മുടെ ഷോപ്പിൽ വന്നത് കംപ്ലൈൻ്റ് ആയിട്ട് വന്നത് ഫോണിൻ്റെ ക്യാമറ വർക്കാവുന്നില്ല എന്നുള്ളതാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. ക്യാമറ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. ക്യാമറ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ശരിയാണ്, ക്യാമറ വർക്കാവുന്നില്ല. ഫ്രണ്ടും ബാക്കും ഞാൻ മാറി മാറി ടച്ച് ചെയ്ത് നോക്കി. ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും മാറി മാറി മാറ്റി നോക്കി. പക്ഷേ രണ്ട് ക്യാമറയും വർക്കാവുന്നില്ല. കുറേ കഴിയുമ്പോഴത്തേക്കും ഈ ക്യാമറ ആപ്ലിക്കേഷൻ സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസുകൾ നിങ്ങളുടെ ഫോണിലെ ക്യാമറ വർക്കാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ക്യാമറ വർക്കാവുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഫോണിലെ ഡീഫാൾട്ടായിട്ട് വരുന്ന, നമ്മുടെ ഫോണിൽ സിസ്റ്റം ആപ്ലിക്കേഷനായിട്ട് വരുന്ന ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഡീഫാൾട്ടായിട്ട് വരുന്ന ഈ ഒരു ക്യാമറ നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വർക്കായില്ലെങ്കിലും ബാക്ക് ക്യാമറ വർക്കായില്ലെങ്കിലും നമുക്ക് രണ്ട് ക്യാമറയും കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കും. അതായത് ഓൾറെഡി നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ആയിരിക്കും വർക്കാവാത്തത്, അതിൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷേ ബാക്ക് ക്യാമറയും വർക്കാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയാണോ ബാക്ക് ക്യാമറയാണോ വർക്കാവാത്തത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. വളരെ MB കുറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. 2 MB മാത്രമേ മച്ചാമാരെ ഈ ഒരു ആപ്ലിക്കേഷനായിട്ടുള്ളൂ. വളരെ നിങ്ങൾ ഇത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ മച്ചാമാരെ, ഇതാണ് ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ, ആ ക്യാമറ ഓപ്പൺ ആവുന്നില്ല. ഓക്കെ, ക്യാമറ ഓപ്പൺ ആവില്ല. ക്യാമറ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്. ഞാൻ ഈ ഒരു ക്യാമറയുടെ ഇത് മാറ്റി നോക്കുകയാണ്. ഫ്രണ്ട് ക്യാമറ അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ഞാൻ എടുത്ത് ചേഞ്ച് ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ട് ക്യാമറ കിട്ടുന്നുണ്ട്, അതായത് സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്, ബാക്ക് ക്യാമറ കിട്ടുന്നുണ്ട്. ബാക്ക് ക്യാമറ എടുക്കുമ്പോഴത്തേക്കും ഫീൽഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. സെൽഫി ക്യാമറ, ഫ്രണ്ട് ക്യാമറ മാത്രം കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓക്കെയാണ്, ബാക്ക് ക്യാമറയാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫ്രണ്ട് ക്യാമറയാണോ ബാക്ക് ക്യാമറയാണോ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വർക്കിംഗ് ആവുന്ന ക്യാമറ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മച്ചാമാരെ, നിങ്ങളുടെ ഫോണിൽ ഒരു ക്യാമറ മാത്രമാണ് പ്രശ്നം കാണിക്കുന്നത് എങ്കിൽ, അതായത് റിയർ ക്യാമറ വർക്കിംഗ് ആണ്, ഫ്രണ്ട് ക്യാമറ വർക്കാവുന്നില്ല, അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ വർക്കിംഗ് ആണ്, റിയർ ക്യാമറ വർക്കാവുന്നില്ല, അങ്ങനെ ഒരു ക്യാമറയുടെ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മിക്കവാറും നിങ്ങളുടെ ഫോണിൽ ആ ഒരു ക്യാമറയുടെ മൊഡ്യൂളിൻ്റെ പ്രശ്നമായിരിക്കും. അതായത് ആ ഒരു ക്യാമറയുടെ പ്രശ്നമായിരിക്കും. ആ ഒരു ക്യാമറ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലംസ് മാറുന്നതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കണക്ഷൻസിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലൈൻസിലുണ്ടാകുന്ന ബ്രേക്കേജോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രോബ്ലംസ്. അത് ടെക്നീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈസിയായി ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ മച്ചാമാരെ, നിങ്ങളുടെ ഫോണിലെ 2 ക്യാമറയും വർക്കാവുന്നില്ല, 2 ക്യാമറയ്ക്കും പ്രോബ്ലംസ് ഉണ്ട്, ഈ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് പോലും 2 ക്യാമറയും വർക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറുമൊക്കെ നിങ്ങളുടെ ഫോണിലെ സിസ്റ്റം ഫയലിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ട് സംഭവിക്കാം. അത്തരം പ്രോബ്ലംസ് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ റീസെറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഫോണിൽ ഫാക്ടറി റീസെറ്റ് ചെയ്ത് നോക്കുക. ഫോൺ എങ്ങനെ സ്വന്തമായി ഫാക്ടറി റീസെറ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഫോൺ സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കാം. സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കിയിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലൈൻസുകളെല്ലാം ചെക്ക് ചെയ്യുക. ചിലപ്പോൾ CPU റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടും ഇതേപോലെ ക്യാമറ പ്രോബ്ലംസ് വരാറുണ്ട്. CPU ഒന്ന് റീബോൾ ചെയ്താലൊക്കെ ഈ ഒരു ക്യാമറ ഇഷ്യൂസിൻ്റെ പ്രോബ്ലംസൊക്കെ മാറുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ ഫോണിൽ ക്യാമറ വർക്കാവുന്നതുമായി ബന്ധപ്പെട്ട് ഇഷ്യൂസ് വരികയാണെങ്കിൽ പ്രൈമറി ലെവലിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ മൊഡ്യൂൾ മാറുന്ന ഒരു സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ ഇതെങ്ങനെ പൊളിച്ച് ക്യാമറ റീപ്ലേസ് ചെയ്യാമെന്നുള്ളത് അടുത്തൊരു വീഡിയോയിലൂടെയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റും ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.